Hello everyone, welcome to Central Government Job Updates. അപ്പോൾ മറ്റൊരു ബാങ്കിങ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. പുതിയൊരു വർഷം വരുന്നതുകൊണ്ട് തന്നെ നിരവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ബാങ്കാണ് നമ്മുടെ SBI. ആ SBIയുടെ തന്നെ ക്ലറിക്കൽ വാക്കൻസിയും വിളിച്ചു കഴിഞ്ഞു. അതുപോലെ പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുന്ന PO വാക്കൻസിയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന രണ്ടാമത്തെ മെയിൻ ബാങ്കാണ് രണ്ടാമത്തെ പബ്ലിക് അണ്ടർടേക്കിംഗിൽ വരുന്ന ബാങ്കാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ബാങ്കായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന BOB ബാങ്ക്. അതിലേക്കുള്ള SO പോസ്റ്റിലേക്കാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, വാക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായി നിങ്ങൾ നോക്കിക്കോളുക. നിങ്ങൾ മനസ്സിലാക്കുക, റെഗുലർ ബേസിസ് ഫോർ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയുടെ കീഴിൽ വരുന്ന റെഗുലർ ബേസിസിലുള്ള ഒരുപാട് വേക്കൻസി ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള വേക്കൻസിയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. പിന്നെ SO പോസ്റ്റ് ആണെന്ന് പറഞ്ഞു. SO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ഓഫീസേഴ്സ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അത് കഴിഞ്ഞ് നിൽക്കുന്ന പ്രൊബേഷണറി ഓഫീസറും ഏതൊരു ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാം. പക്ഷേ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു വാക്കൻസി വരുമ്പോഴേക്കും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസിങ് ചെയ്യുന്ന ചില സ്ട്രീമുകൾ അവരെടുത്ത് പറയും. എവിടേക്കാണോ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് വരുന്നത് ആ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് വരുന്നതെന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. മാത്രമല്ല, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ അവിടെ എന്തും വരും, ക്വാളിഫിക്കേഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ടയും കൂടെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ SO എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസി ലിസ്റ്റിംഗ് അല്ല. അതുകൊണ്ട് ഡീറ്റെയിൽസ് കൃത്യമായി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കോമ്പറ്റീഷന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് 28/12-നാണ്. 28/12/2024 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 17/1/2025 വരെ നിങ്ങൾക്ക് ടൈമുണ്ട് കേട്ടോ. ജനുവരി 17 വരെ നിങ്ങളുടെ ടൈമുണ്ട്. പ്രോസസ് ഓഫ് ആപ്ലിക്കേഷന്റെ ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ എത്ര വാക്കൻസീസ് ആണ് മൊത്തത്തിൽ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000+ വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അത് എല്ലാം ഓരോ സെക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്താണ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പോസ്റ്റ് ക്വാളിഫിക്കേഷനും കൂടെ വേണം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്പെഷ്യലൈസ്ഡ് ഓഫീസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താണ്, 6 മാസത്തിൽ കുറവ് ആർക്കും ഉണ്ടാവാൻ പാടില്ല, 6 മാസത്തിൽ കൂടുതലായിരിക്കണം അവരുടെ ഒരു മിനിമം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് പൊസിഷൻ ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ 1/12/2024 ഡിസംബർ 1-ന് നിങ്ങളുടെ എലിജിബിൾ ആയിരിക്കണം. ഈ പറയുന്ന കാര്യം നിങ്ങളിൽ എലിജിബിൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയം 1/12/2024 നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അഗ്രികൾച്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ബാങ്കിങ്. റൂറലും അഗ്രികൾച്ചർ ബാങ്കിങ് എന്ന് പറയുന്ന വാക്കൻസിയിലേക്ക് 200 വാക്കൻസിയാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ റൂറൽ ആൻഡ് അഗ്രികൾച്ചർ ബാങ്കിങ്ങിലെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഓഫീസറും ഉണ്ട്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് മാനേജറും ഉണ്ട്. സ്കെയിൽ 1ഉം സ്കെയിൽ 2 പോസ്റ്റും ആണ്. ഓഫീസർ പോസ്റ്റിന് 180 വാക്കൻസീസും ഉണ്ട്, മാനേജർ പോസ്റ്റിലേക്ക് 50 വാക്കൻസീസും ഉണ്ട്. അതിന്റെ ഏജ് ക്രൈറ്റീരിയൻ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏജ് ക്രൈറ്റീരിയ വരുന്നത് നോക്കിയേ, മാർക്കറ്റിംഗ് ഓഫീസർ ആയതുകൊണ്ട് അവിടെ 24 വയസ്സ് തൊട്ട് 34 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 24-നും 34-നും ഇടയിൽ നിൽക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ എന്തുണ്ട്, നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ഏജ് റിലാക്സേഷൻ. SC/STക്ക് ആണെങ്കിൽ 5 വർഷവും OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷനും ഉണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങൾ ഇതിൽ കൂടെ പ്ലസ് ചെയ്ത് പോകണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. 24 തൊട്ട് 34 വരെ ആർക്കാണെങ്കിൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആൻഡ് 2 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. ഇവിടെ ഏകദേശം SO പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കും വരുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സെയിൽസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ ബിസിനസ്, റൂറൽ മാനേജ്മെന്റ് ഓർ ഫിനാൻസിലേക്ക് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഗ്രാജുവേഷനും ഉണ്ടായിരിക്കണം. ആൻഡ് എന്ന് പറഞ്ഞൊരു സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, 2 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഇൻ സെയിൽസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ ബിസിനസ്, റൂറൽ മാനേജ്മെന്റ്, ഫിനാൻസ്.
ഡിഗ്രി പ്ലസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒപ്പം ഈ പറയുന്ന ഡിപ്ലോമ ഉള്ളവർക്കും സെയിൽസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ബിസിനസ്, റൂറൽ മാനേജ്മെന്റ്, ഫിനാൻസിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് എത്രയാണ്? മിനിമം 2 years എക്സ്പീരിയൻസ് ഇൻ ആക്ടിവിറ്റീസ് ഇൻ അഗ്രികൾച്ചറൽ ലെൻഡിങ് ഫോർ ബാങ്കിങ് NBFC സെക്ടർ. അതായത് നിങ്ങൾക്ക് 2 വർഷത്തിന്റെ മിനിമം എക്സ്പീരിയൻസ് എന്തിലുണ്ടായിരിക്കണം? അഗ്രികൾച്ചറൽ ബാങ്കിങ് സെക്ടറിൽ ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അഗ്രി ലെൻഡിങ് ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായിരിക്കണം മിനിമം 2 years എന്നുള്ളൊരു കാര്യം അവരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. അപ്പം ഇതെന്താണ്, എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുന്നത് 26 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിനും എന്താണ്, SC STയുടെ റിലാക്സേഷനും OBCയുടെ റിലാക്സേഷനും ഉണ്ട്. അവിടെ എന്താണ്, ഗ്രാജുവേഷനും വേണം, പ്ലസ് എന്താണ് ഈ പറയുന്ന 2 year ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. സെയിം സാധനമാണ്. ഇവിടെ എന്താണ്, മാനേജർ ആവാൻ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് 4 വർഷത്തിന് മിനിമം എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഓഫീസർ ആവാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ മാനേജർ ആവാൻ 4 വർഷത്തിന്റെ മിനിമം എക്സ്പീരിയൻസ് നിങ്ങൾ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്തവർക്കാണ് ഇത് കുറച്ചും കൂടെ എന്ന് പറയുന്നത് റിലയബിൾ എന്ന് പറയുന്നത്. ഇനി ഡിപ്പാർട്ട്മെന്റ് റീറ്റെയിൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നതിലേക്ക് എത്രയാണ്? 450 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. റീറ്റെയിൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നതിൽ 450 വാക്കൻസി ഉണ്ട്. അതിൽ എന്താണ് വരുന്നത്? മാനേജർ, സെയിൽസിന്റെ മാനേജറിന് വേണ്ടി എത്രയാണ്? 450 വാക്കൻസീസ് മാറ്റി വെച്ചിട്ടുണ്ട്. സെയിൽസ് മാനേജറിന് വേണ്ടി തന്നെയാണ് 450 വാക്കൻസി. ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അതാണെങ്കിൽ നമുക്ക് എന്ത് മതി? ഗ്രാജുവേഷൻ മാത്രം മതി. പിന്നെ എന്താ പറയുന്നത്? ഗ്രാജുവേഷൻ വേണം. പിന്നെ പ്രിഫേർഡ് ആയിട്ടുള്ളൊരു കാര്യം അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം? MBA. പ്രിഫേർഡ് എന്ന് പറയുമ്പോൾ അത് ആവാം എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമല്ല, പ്രിഫേർഡ് ആണ്. അതുള്ളവർക്ക് കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കൂടുതലാണ്. MBAയോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ബാങ്കിങ് പോലുള്ളതിൽ നിങ്ങൾക്ക് എന്ത് വരാം? MBAയോ PGയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? 3 years എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്നീ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് വേണം? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാം എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഇതേ ക്രൈറ്റീരിയ തന്നെ ആയിരിക്കും കേട്ടോ. 24 തൊട്ട് 34 വയസ്സ് വരെ ഉള്ളവർക്കാണ് മിനിമം മാക്സിമം ഏജ് അവിടെ മാനേജർ സെയിലിൽ പറയുന്നത് കേട്ടോ. അതായത് ഏകദേശം നിങ്ങൾക്ക് അറിയാലോ, ഒരു ബാങ്കിങ് ഫീൽഡിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതിന് വേണ്ടിയായിട്ട് പ്രയത്നിച്ചവർ, അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഒക്കെ പഠിച്ച് ഫിനാൻസ് ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കായിരിക്കും കുറച്ചും കൂടെ എന്തെന്ന് പറയുന്നത് ഇതിലേക്ക് ചാൻസസ് എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ MSME ബാങ്കിങ് എന്ന് പറയുന്നത് 341 വാക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ഏതിനാണ് 341 വാക്കൻസി വിളിച്ചുള്ളത്? മാനേജർ ക്രെഡിറ്റ് അനാലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് 78 വാക്കൻസി ഉണ്ട്. 24, 34 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഒന്ന് 24, 26, ഏകദേശം ഒരു PG ഒക്കെ കഴിയാനുള്ള ഒരു ടൈമിന്റെ ക്രൈറ്റീരിയ ആണ് അവർ ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, CA, CFA, CMA, 2 year ഫുൾ ടൈം MBAയോ PGDM in ഫിനാൻസോ ഉള്ളവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പ്രിഫേർഡ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത മിനിമം 3 year എക്സ്പീരിയൻസ് ഇൻ ക്രെഡിറ്റ് അപ്രൈസൽ, പ്രിഫറബിളി ഇൻ കോർപ്പറേറ്റ് MSME ക്രെഡിറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് മിനിമം 3 year എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. മിനിമം 3 year എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് അത്യാവശ്യം ഓക്കെ ആണ് എക്സ്പീരിയൻസ്, ഒരു 1 year 2 year ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരു 1 year എങ്കിലും ടൈം പീരീഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ അവർ എന്ത് ചെയ്യുക? ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൊടുക്കണ്ട. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നിങ്ങളുടെ ഫീസ് അടയ്ക്കുന്നതിന് മുമ്പേ അത് റിജക്ഷൻ ആവും. അല്ലാന്നുണ്ടെങ്കിൽ 1 year ഒക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. ഇത് സീനിയർ മാനേജറും ഉണ്ട്, മാനേജർ സ്കെയിലുമാണ് പറഞ്ഞിരിക്കുന്നത്. 24, 34, മറ്റത് 27, 37 ആണ്. കാരണം 6 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ആണ് സീനിയർ മാനേജറിന് അവർ ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ സീനിയർ മാനേജർ റിലേഷൻഷിപ്പ് MSME റിലേഷൻഷിപ്പിലുണ്ട്. അതും ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇതൊക്കെ അപ്ലൈ ചെയ്യാമെങ്കിൽ ഇവിടെ എന്താണ്, ഒരു മിനിമം 6 yearsന്റെ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റിക്ക് 9 വാക്കൻസി ഉണ്ട്. അതും എന്ത് തന്നെയാണ്, 22 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിനെന്തുണ്ടായിരിക്കണം? നിങ്ങൾക്ക് BTechോ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗോ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഇലക്ട്രോണിക്സിലോ കമ്മ്യൂണിക്കേഷനിലോ ചെയ്തവരായിരിക്കണം നിങ്ങൾ. ഓഫീസർ സെക്യൂരിറ്റി അനാലിസ്റ്റ് IT ഫീൽഡിലേക്ക് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 5 വാക്കൻസീസ് അവിടെ പറയുന്നുണ്ട്. ഒന്ന് MSc കമ്പ്യൂട്ടർ സയൻസിലോ MCAയോ MSc ഇൻ സൈബർ സെക്യൂരിറ്റിയോ ചെയ്തവരായിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ CH, CISA, CISM എന്നൊക്കെ പറയുന്നിട്ടുള്ള സെക്യൂരിറ്റി ടെക്നോളജി സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അവിടെ എന്തേ ചോദിക്കുന്നുള്ളൂ? നിങ്ങൾക്ക് ഒരു വർഷം ഒരു മിനിമം 1 year എക്സ്പീരിയൻസ് IT സെക്യൂരിറ്റി ബാങ്കിങ് ഫിനാൻഷ്യൽ ഫീൽഡുകളിൽ ഉണ്ടായാൽ മതി.
അതാണ് പറയുന്നത് കേട്ടോ. അതാണ് അവരവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ IT എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇവിടെ എന്താണ് ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഓഫീസർ സെക്യൂരിറ്റി അനാലിസ്റ്റ് പോസ്റ്റിലേക്ക് IT-യുടെ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് മാനേജർ സെക്യൂരിറ്റി അനാലിസ്റ്റ് ഉണ്ട്. അതെന്താണ്? BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി. അതും എന്താണ്? സെയിം ആണ് കേട്ടോ. മാനേജർ സെക്യൂരിറ്റി അനാലിസ്റ്റ് രണ്ടും എന്താണ്? നമുക്ക് ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്? സ്കെയിൽ 2 പോസ്റ്റ് ആകുമ്പോൾ അത് എത്രയാണ്? എക്സ്പീരിയൻസ് കൂടും, 3 വർഷവും. മറ്റത് എത്രയാണ്? 1 വർഷത്തിൻ്റെ. ഇവിടെ 1 ഇയറിൻ്റെ ഇതാണ് ചോദിക്കുന്നത്, 1 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാറും സ്കെയിൽ 1 പോസ്റ്റും സ്കെയിൽ 2 പോസ്റ്റും. ഓക്കെ, കണ്ടോ? സ്കെയിൽ 3 പോസ്റ്റും ഉണ്ട്. അവിടെയാണെങ്കിൽ എത്രയാണ്? 6 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഏതിന് ചോദിക്കുന്നത്? ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ചോദിക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ 22 വാക്കൻസി വരുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ്, ഇക്വലന്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, BTechോ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗോ ഉണ്ടായിരുന്നാൽ മതി. ടെക്നിക്കൽ ഓഫീസർ സിവിൽ എഞ്ചിനീയർ എന്ന് എടുത്ത് ചോദിച്ചതുകൊണ്ടാണ് 6 വാക്കൻസി സിവിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. 22 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 1 ഇയർ എക്സ്പീരിയൻസേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുള്ളൂ. ഏതെങ്കിലും പ്രൈവറ്റോ പബ്ലിക് സെക്ടറിലോ നിങ്ങൾ 1 വർഷത്തിൻ്റെ എക്സ്പീരിയൻസേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിലാണ് വിളിക്കുന്നത്. IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫെസിലിറ്റി മാനേജ്മെന്റിൽ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ്? എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അതൊരു ചാൻസ് ആയിട്ട് കണക്കാക്കുക. ടെക്നിക്കൽ മാനേജർ എഞ്ചിനീയർ ഫീൽഡ്, സിവിൽ എഞ്ചിനീയർ ഫീൽഡിൽ വീണ്ടും വിളിച്ചിട്ടുണ്ട്. അതും എന്താണ്? BTech തന്നെയാണ് ചോദിക്കുന്നത്. അവിടെ എന്താണ്? ഈ സ്കെയിൽ ഉണ്ടല്ലോ, സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 മാറുന്നതനുസരിച്ച് ഇതിൻ്റെ എക്സ്പീരിയൻസ് മാറും. സ്കെയിൽ 1 ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് മതി. സ്കെയിൽ 2 ആകുമ്പോൾ അവിടെ എന്താണ്? 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് അവർ ചോദിക്കും. അത് കഴിഞ്ഞാണ്ടോ സ്കെയിൽ 3 ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര ചോദിക്കും? നിങ്ങൾക്ക് 6 ഇയറിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനനുസരിച്ച് ഈ എക്സ്പീരിയൻസ് കൂടുമ്പോൾ നിങ്ങളുടെ ഏജും അതിനനുസരിച്ച് മാറണമല്ലോ. നിങ്ങൾ ഇത്രയും വർഷം എന്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങളുടെ ഏജും അതിനനുസരിച്ച് ഫ്രണ്ടിലോട്ട് പോകും. ആ ഒരു രീതിയിലാണ് പറയുന്നത്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ വാക്കൻസി ഉണ്ട്, 4 വാക്കൻസിയാണ്. ടെക്നിക്കൽ ഓഫീസറിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 പോസ്റ്റുകളുണ്ട്. ഏതാണ്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതെന്താണ്? റിലവൻറ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് സ്കെയിൽ 1 ആണെങ്കിൽ എത്രയാണ്? 1 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ്. സ്കെയിൽ 2 ആണെങ്കിൽ 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ്. സ്കെയിൽ 3 ആണെങ്കിൽ ഇവിടെയാണ് സ്കെയിൽ 3 വരുന്നത്. സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 വരുന്നത്. ഇനി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാം കേട്ടോ. സ്കെയിൽ 1 ആണെങ്കിൽ ഏകദേശം 22 തൊട്ട് 32 വയസ്സ് വരെ. സ്കെയിൽ 2 ആണെങ്കിൽ 24 വയസ്സ് തൊട്ട് 34 വയസ്സ് വരെ. സ്കെയിൽ 3 ആണെങ്കിൽ 27 തൊട്ട് 37 വയസ്സ് വരെ. ഇത് തന്നെയാണ് എല്ലാത്തിലും പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് ആർക്കിടെക്റ്റ്. ടെക്നിക്കൽ മാനേജറിൽ ആർക്കിടെക്റ്റ് വാക്കൻസി ഉണ്ട്. അത് ആർക്കിടെക്ചർ പഠിച്ചവരായിരിക്കണം. ബാച്ചിലേഴ്സ് ഇൻ എന്താണ്? ആർക്കിടെക്ചറോ ഡിഗ്രി ഇൻ ആർക്കിടെക്ചറോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ട. അതിലെന്താ പറയണത്? 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താണ്? ആർക്കിടെക്ചറൽ ഫീൽഡിൽ ഉണ്ടായിരിക്കണം. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരു 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ബിൽഡിംഗ് ഡിസൈനിങ്ങോ എന്തെങ്കിലും നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു എക്സ്പീരിയൻസ് യൂസ് ചെയ്യാം കേട്ടോ. അത് ചോദിക്കുന്നുണ്ട്. മിനിമം 3 ഇയേഴ്സ് ആണ്. ഇനി അടുത്ത് വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് എന്ന് പറയുന്നതിലേക്ക് 30 വാക്കൻസി ക്ഷണിക്കുന്നുണ്ട്. അതിൽ സീനിയർ മാനേജർ എന്ന് പറഞ്ഞാൽ C&IC റിലേഷൻഷിപ്പ് മാനേജറാണ്. അത് സ്കെയിൽ 3 പോസ്റ്റ് ആണ്. ഏകദേശം 10 വാക്കൻസി ഉണ്ട്. 29 വയസ്സ് തൊട്ട് 39, ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഏജ് ആണ് ഇവിടെ കാണിക്കുന്നത്. സീനിയർ ആയതുകൊണ്ടാണ് കേട്ടോ. 29 തൊട്ട് 39 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഗ്രാജുവേഷനും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 2 വർഷത്തിൻ്റെ ഒരു PG ഉണ്ടായിരുന്നാൽ മതി. ഫിനാൻസിലോ MBAയിലോ ഉണ്ടായിരുന്നാൽ മതി. MBA നിങ്ങൾക്ക് എന്താണ്? നമ്മുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ അല്ലെങ്കിൽ ഫിനാൻസിലോ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? 6 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് അവിടെ ചോദിക്കും. കാരണം സീനിയർ മാനേജർ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് എന്താണ്? ഈ പറയുന്ന ചീഫ് മാനേജർ ഉണ്ട്. ചീഫ് മാനേജർ ആണെങ്കിൽ 5 വാക്കൻസി ഉള്ളൂ. പക്ഷെ എന്താണ് അവിടെ ചോദിക്കുന്നത്? 8 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ്. അത്രയൊക്കെ എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും അല്ലേ നമുക്ക്. 8 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് വരെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസിന് 13 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിലെന്തുണ്ട്? 6, 8, 10 എക്സ്പീരിയൻസ് ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചുവെങ്കിലും ഇതെന്താണ് കുറച്ചും കൂടെ സ്പെഷ്യലൈസ് ചെയ്തവർക്ക് ഇതിലേക്ക് തന്നെ ഈ സെക്ടറിൽ തന്നെ നിൽക്കുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ SO വാക്കൻസി വിളിക്കാറുള്ളത്. ഈവൻ നമ്മുടെ SBI വിളിച്ചാലും അല്ലെങ്കിൽ ഇനി ഏതൊരു ബാങ്ക് വിളിച്ചാലും SO പോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യലിസ്റ്റ് വാക്കൻസിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണ് ആ വാക്കൻസി വിളിക്കുന്നത്. നോർമലി ക്ലറിക്കും പ്രൊബേഷണറി ഓഫീസറുമാണ് നമ്മളെപ്പോലുള്ള സാധാരണ നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. SO ആകുമ്പോൾ കുറച്ചും കൂടെ സീനിയർ മോസ്റ്റ് വാക്കൻസീസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് കൂടുതൽ നമ്മൾ പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താണ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അതിൻ്റെ ബേസിങ് പോകുന്നത് കേട്ടോ. എഞ്ചിനീയർ, ക്ലൗഡ് എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നതൊക്കെ എക്സ്പീരിയൻസ് അത്യാവശ്യമാണ്. ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ എക്സ്പീരിയൻസിൻ്റെയും കൂടെ ആവശ്യമുണ്ടെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയാലും സെർവർ അഡ്മിനിസ്ട്രേറ്റർ ആയാലും ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഇതിനെല്ലാത്തിനും വാക്കൻസി വിളിച്ചിട്ടുണ്ട്. ഒരുപാട് വാക്കൻസി ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. മിനിമം 6 ഇയർ എക്സ്പീരിയൻസ്, 8 ഇയർ എക്സ്പീരിയൻസ് അതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 55, 57 ഒരുപാട് വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരെണ്ണം ആണെങ്കിലും വിളിച്ചു എന്നുള്ളൊരു കാര്യമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ബി ഫ്രം ദ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ എന്താണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തായിരിക്കണം. പ്ലീസ് നോട്ട് ദാറ്റ് ബാങ്ക് മേ മോഡിഫൈ ദ നമ്പർ ഓഫ് വാക്കൻസി ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് റിക്വയർമെൻറ്റ്. അതനുസരിച്ച് അവർ മാറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർ വിളിക്കുമെന്നുള്ളത്. കാരണം ഇത്രയും വാക്കൻസീസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ ലിസ്റ്റ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, IT ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് എന്നെ വിളിച്ചു. മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാക്കൻസീസ് കൃത്യമായി ശ്രദ്ധിക്കുക. വാക്കൻസീസ് കൃത്യമായി ശ്രദ്ധിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. OBCയുടെ, EWS, UR കാറ്റഗറിയുടെയൊക്കെ വാക്കൻസി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും വാക്കൻസി വന്നിട്ടുള്ളത് നമുക്ക് മാനേജർ, സെയിൽസ് മാനേജർ എന്ന് പറയുന്നതിലേക്കാണ് 450 വാക്കൻസി വിളിച്ചത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ URന് 184 വാക്കൻസീസ് ഉണ്ട്. URന് 184 ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന OBCക്ക് ആണെങ്കിൽ 121 വാക്കൻസി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോന്നിനും ഇല്ലാത്തവരെന്ത് ചെയ്യുക, അത് നോക്കി തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചുമ്മാ നമുക്ക് ഇല്ലാത്തതിൽ കൊടുക്കരുത്. അത് നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും കേട്ടോ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പർ ഏജ് ലിമിറ്റിൻ്റെ കാര്യം. ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് ആണെങ്കിൽ 5 വർഷം, അതർ ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഇത് കൊടുക്കുന്നുണ്ട്, റിലാക്സേഷൻ തരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി തന്നെ പോവുക. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 600 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 600 പ്ലസ് ആപ്ലിക്കബിൾ ടാക്സസും കൂടെ ഈടാക്കേണ്ടി വരും. ബാക്കിയുള്ള നമ്മുടെ ഈ പറയുന്ന SC, ST, PWD വിമൺ കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് പറയുന്നത് കേട്ടോ. 100 റുപ്പീസാണ് പറയുന്നത്. പോസ്റ്റിങ്ങിൻ്റെ ലൊക്കേഷൻ ബാങ്ക് ഓഫ് ബറോഡ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് വരാം. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പേ സ്കെയിലാണ് വരുന്നത്. നിങ്ങൾക്കറിയാം ഓരോ പോസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ സ്കെയിൽ കണ്ടോ. 1 ലക്ഷത്തിൽ പുറത്ത് വാക്കൻസി എന്താണ് സാലറി വരുന്നുണ്ട്. 48,000 തുടങ്ങിയിട്ട് 1 ലക്ഷത്തിൽ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട് സാലറി പാക്കേജിങ് ഇതിന് വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. 1,35,000 ഒക്കെ വരുന്ന സാലറി പാക്കേജിങ് ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഇറങ്ങി തിരിക്കുന്നെങ്കിൽ അതിന് അതിൻ്റേതായ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ സാലറി പാക്കേജിങ്ങും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത് പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൻ്റെ ആക്റ്റീവ് പ്രൊബേഷണറി പീരീഡാണ് നിങ്ങൾക്ക് വരുന്നത്. ബാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർവീസ് ബോണ്ട് എലിജിബിൾ ആണെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓൺലൈൻ ടെസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു സാധനം തന്നെയാണ്. റീസണിങ് ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, മാത്സ് ഉണ്ടായിരിക്കും, പ്രൊഫഷണൽ നോളജ്. കാരണം ഇത് SO പോസ്റ്റാണ്. SO പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏത് സ്ട്രീമിലാണോ നിങ്ങൾ പഠിച്ചത്, ഏത് ട്രേഡാണോ പഠിച്ചത്, ആ ട്രേഡ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. IT ഫീൽഡിലാണെങ്കിൽ ITയുടെ നോളജ് ആയിരിക്കും ചോദിക്കുന്നത്. എല്ലാത്തിനും 25, 25, 25 വീതം. ബാക്കി പ്രൊഫഷണൽ നോളജിനാണ് എത്ര, 75 മാർക്ക്. അങ്ങനെ ടോട്ടലി 150 ക്വസ്റ്റ്യൻ, 225 മാർക്ക് വെച്ച്. ഡ്യൂറേഷൻ 150 മിനിറ്റ്. ഏത് ലാംഗ്വേജ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബൈലിംഗ്വൽ ലാംഗ്വേജ്, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അതിൽ എഴുതാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് എന്താണ്, ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ അതിൽ പാസ്സാവുന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താണ് പ്രോസസ് ഫോളോ ബൈ സൈക്കോമെട്രിക് ടെസ്റ്റ്. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂ ഓഫ് കാൻഡിഡേറ്റ്സും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ഒരു എക്സാം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയാലും ഇൻ്റർവ്യൂ ആയാലും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതാണ് വരുന്നത് കേട്ടോ.
അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ലൈഫ് അങ്ങ് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സാം കഴിഞ്ഞാൽ ക്വാളിഫൈ ആവുന്നത്. കാരണം ഇത്ര എക്സ്പീരിയൻസും ഇത്ര ഏജും ഒക്കെ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ലൊരു സെക്ഷനിലാണ് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ പെർസെൻറ്റേജും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ലാംഗ്വേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷും ഹിന്ദിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് മനസ്സിലാക്കേണ്ടത്. SO പോസ്റ്റ് ആയതുകൊണ്ടാണ് ഈ ഡീറ്റെയിലിംഗ് നമ്മൾ ഒരുപാട് ചെയ്യാത്തത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പെഷ്യലിസ്റ്റ് സ്ട്രീം ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ PDF കൃത്യമായി വായിച്ച് നോക്കി ഒന്ന് നോക്കിക്കോളുക. നിങ്ങളുടെ ഫീസും മറ്റു കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ആകെ റിട്ടേൺ എക്സാമിനേഷൻ ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു സെക്ഷനേ ഉള്ളൂ. ആ സെക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ എന്താണ്, ഇംഗ്ലീഷ് ഉണ്ട്, റീസണിങ് ഉണ്ട്, മാത്സ് ഉണ്ട്, പ്രൊഫഷണൽ നോളജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ നോളജിന് മുൻതൂക്കം കൊടുത്ത് തന്നെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ക്വാളിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഭയങ്കര റെയർ ആണ് നമ്മൾ ഇത്രയും IT ഫീൽഡിലും ഫിനാൻസ് ഫീൽഡിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിലേക്ക് വർക്ക് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. ഇത്രയും ഹൈ സാലറി പാക്കേജിങ് ആണ് വരുന്നത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ നന്നായിട്ട് പഠിച്ച് അതിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.